മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ നമ്മളായിരിക്കുകയാണ്. ഈ ഒരു വർഷം മുഴുവനും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇത് കൃപയുടെ ദിനമാണ്. നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ നമ്മൾ ഒരുപക്ഷെ ഈ ഒരു വർഷം വീണു പോയിട്ടുണ്ടാവാം, പരാജയപ്പെട്ടിട്ടുണ്ടാവാം. എന്നാൽ വീണപ്പോൾ, പരാജയപ്പെട്ടപ്പോൾ ദൈവം കൈപിടിച്ചുയർത്തി നടത്തിയതിൻ്റെ ഓർമ്മയുടെ ദിനമാണ് ഈ ഒരു ദിനം. അത് കൃപാദിനമാണ്. നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ഈ വർഷം എന്തുമാത്രം പാപവഴികളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷേ ദൈവം നമ്മളെ കൈവിട്ടില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ആ കൃപയെ ഓർക്കാനായിട്ട് ഈ ദിനം നമുക്ക് സാധിക്കട്ടെ. ഒരുപക്ഷെ നാം നടന്നത് വിജയ വഴികളിൽ മാത്രമായിരിക്കില്ല. പരാജയത്തിൻ്റെ വഴികളും ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ജീവിതത്തിൻ്റെ പല മേഖലകളിലും പരാജയം രുചിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഈ ദിവസം സൂക്ഷിക്കുവാനും ആ ചിന്ത ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഉപകരിക്കുന്നതായിട്ട് മാറണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൻ്റെ 56-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വർഷം നമ്മളൊക്കെ നടത്തിയ സർവ്വ അലച്ചിലുകളും, നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരും, അതിൻ്റെ കണക്ക് കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അധ്വാന വഴികളെ ദൈവം കണ്ടിട്ടുണ്ട്. നമ്മുടെ അലച്ചിലുകളെ ദൈവം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഒത്തിരിയേറെ അലയേണ്ടി വന്ന ഒരു വർഷമായിരിക്കാം ഈ ഒരു വർഷം. കണ്ണുനീര് ധാരയായി നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിട്ടുണ്ടാവാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് കണക്കുണ്ട്. നിൻ നടത്തിയ അലച്ചിലുകൾക്ക് ദൈവത്തിന് മുമ്പിൽ കണക്കുണ്ട്. നിന്റെ കണ്ണുനീരും നിന്റെ അലച്ചിലുകളും പാഴായി പോകില്ല. അത് വരുന്ന വർഷത്തേക്കുള്ള വലിയൊരു നിധിയായി ദൈവത്തിൻ്റെ പക്കൽ ഉണ്ടായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ ഒരു പ്രത്യാശയോടെ ദൈവത്തിന് നന്ദി പറയുവാനും ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഓരോന്നിനും കണക്ക് വെച്ച് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം നടന്നത് എല്ലാം നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും, എല്ലാം നന്നായിരുന്നില്ലെങ്കിലും ദൈവം നല്ലവനായിരുന്നു എന്ന് മാത്രം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം വന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണുപോയി? നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം. പലതിനും നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ എല്ലാം നന്നാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, എല്ലാം നന്നായി ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എല്ലാം നന്നാകാവാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഒന്ന് മാത്രം തിരിച്ചറിഞ്ഞുകൊള്ളുക: ദൈവം നല്ലവനായിരുന്നു. കരങ്ങളെ യാചനയോടെ പഠിക്കാം. ഈ ഒരു വർഷം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. വിജയത്തിൻ്റെ വഴികളിലൂടെ അവിടുന്ന് നമ്മെ നയിച്ചിട്ടുണ്ട്. നാം അറിയാതെ തന്നെ അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. പരാജയത്തിൻ്റെ വഴികളിൽ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷേ ദൈവം കൂടെ ഉണ്ടായിരുന്നു. കാരണം അവിടുന്ന് നല്ലവനായിരുന്നു. നമ്മുടെ സഹനങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും വരും വർഷങ്ങളിൽ അവിടുന്ന് ഉത്തരം നൽകും. ഈ ഒരു പ്രത്യാശയോടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ.
ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും നിർവീര്യമാകട്ടെ. ഈശോയെ, ഈ ഒരു വർഷം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സർവ്വ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളിൽ നിന്നുണ്ടായ വീഴ്ചകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, കുറവുകളെ നീക്കുന്നവനായ അങ്ങ് കുറവുകളെല്ലാം നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അവിടുന്ന് നല്ലവനാണെന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. എല്ലാറ്റിനും അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.